ഒരു സ്ത്രീ ജീവിതത്തിലാണേൽ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ, കയ്യിലാണേൽ പണമില്ല, കുഞ്ഞിനെ വളർത്താനുള്ള ആശങ്ക മാത്രം ബാക്കി, മനസ്സിനാണേൽ ഡിപ്രഷനും. ലോകം മുഴുവൻ അവളെ പരാജയപ്പെട്ടവൾ എന്ന് കരുതിയ സമയത്ത് അവൾ ഒരു കഥ എഴുതി. ആ കഥ പിന്നീട് ലോക ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ പുസ്തക പരമ്പരയായി മാറി. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് JK റൗളിംഗ് എന്ന സ്ത്രീയുടെ ജീവിതത്തെക്കുറിച്ചാണ്. 1965 ജൂലൈ 31 ഇംഗ്ലണ്ടിലെ ഗ്ലോസ്റ്റർഷയർ എന്ന സ്ഥലത്താണ് ജോൻ റോളിംഗ് ജനിച്ചത്. ചെറുപ്പം മുതൽ തന്നെ കഥകൾ എഴുതാൻ അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. 6 വയസ്സുള്ളപ്പോൾ തന്നെ അവൾ ആദ്യ കഥ എഴുതി. സ്കൂളിൽ പഠിക്കുമ്പോഴും അവൾ ഒരുപാട് സമയം ചെലവഴിച്ചത് പുസ്തകങ്ങളോടൊപ്പമായിരുന്നു. അവളുടെ അമ്മ ആൻ റൗളിംഗ് ആയിരുന്നു അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനം. എന്നാൽ ജീവിതം പിന്നീട് വളരെ കടുത്ത വഴിയിലേക്ക് തിരിഞ്ഞു. റൗളിംഗ് യൂണിവേഴ്സിറ്റി ഓഫ് എക്സിറ്ററിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം നിരവധി ചെറിയ ജോലികൾ ചെയ്തു. പിന്നീട് അവൾ പോർച്ചുഗലിലേക്ക് പോയി ഇംഗ്ലീഷ് ടീച്ചറായി ജോലി ചെയ്തു. അവിടെ വെച്ച് അവൾ ജോർജ് അറാൻഡസ് എന്ന പത്രപ്രവർത്തകനെ വിവാഹം കഴിച്ചു. അവർക്ക് ജെസിക്ക എന്ന കുഞ്ഞു പിറന്നു. പക്ഷേ ആ വിവാഹ ജീവിതം സന്തോഷകരമല്ലായിരുന്നു. വിവാഹത്തിൽ പ്രശ്നങ്ങൾ കൂടി. ഒടുവിൽ അവർ വേർപിരിഞ്ഞു. റൗളിംഗ് തന്റെ കുഞ്ഞിനെയും കൂട്ടി സ്കോട്ട്ലാൻഡിലേക്ക് തിരിച്ചെത്തി. അവൾക്ക് ജോലിയില്ല, വരുമാനമില്ല, സിംഗിൾ മദറായി കുഞ്ഞിനെ വളർത്തേണ്ട അവസ്ഥ. അവൾ പിന്നീട് പറഞ്ഞ ഒരു വാക്കുണ്ട്: ഐ വാസ് ആസ് പുവർ ആസ് ഇറ്റ് ഈസ് പോസിബിൾ ടു ബി ഇൻ മോഡേൺ ബ്രിട്ടൻ വിത്തൗട്ട് ബീയിങ് ഹോംലെസ്. അവൾ വെൽഫെയർ ബെനിഫിറ്റ്സ് ഉപയോഗിച്ചാണ് ജീവിച്ചത്. ചില ദിവസങ്ങളിൽ കുഞ്ഞിന് ഭക്ഷണം വാങ്ങാൻ പോലും അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതേസമയം അവൾ കടുത്ത ഡിപ്രഷനിലൂടെയും കടന്നുപോയി. അവൾക്ക് ആത്മഹത്യ ചിന്തകൾ വരെ വന്നിരുന്നു. പിന്നീട് ഹാരി പോട്ടറിലുള്ള ഡിമോൻഡേഴ്സ് എന്ന ഇരുണ്ട കഥാപാത്രങ്ങൾക്ക് പ്രചോദനമായത് അവളുടെ ഡിപ്രഷൻ തന്നെയാണെന്ന് റൗളിംഗ് പറഞ്ഞിട്ടുണ്ട്. 1990 മാഞ്ചസ്റ്ററിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്ന ട്രെയിൻ യാത്രയ്ക്കിടെയായിരുന്നു ഒരു വിചിത്രമായ ആശയം അവളുടെ മനസ്സിലേക്ക് വന്നത്. ഒരു സാധാരണ ബാലൻ തനിക്ക് ഒരു വിസാഡ് ആണെന്ന് കണ്ടെത്തുന്നു. ആ ചിന്തയാണ് പിന്നീട് ഹാരി പോട്ടറായി മാറിയത്. ട്രെയിൻ വൈകിയതിനാൽ അവൾക്ക് മണിക്കൂറുകൾ ആ ആശയം ചിന്തിക്കാൻ സമയം കിട്ടി. അവൾ പിന്നീട് പറഞ്ഞത്, ഹാരി ജസ്റ്റ് സ്ട്രോൾഡ് ഇൻ ടു മൈ ഹെഡ് ഫുള്ളി ഫോംഡ്. അവൾ ഒരു ചെറിയ കഫേയിലിരുന്ന് കുഞ്ഞിനെ ഉറക്കിക്കൊണ്ട് കഥ എഴുതാൻ തുടങ്ങി. എഡിൻബർഗിലുള്ള കഫേസിലാണ് അവളുടെ എഴുത്തിന്റെ വലിയൊരു ഭാഗം പൂർത്തിയായത്. ഹാരി പോട്ടർ ആൻഡ് ദി ഫിലോസഫേഴ്സ് സ്റ്റോൺ പൂർത്തിയായ ശേഷം റൗളിംഗ് മാനുസ്ക്രിപ്റ്റ് പബ്ലിഷേഴ്സിന് അയക്കാൻ തുടങ്ങി. പക്ഷേ ഒന്ന് പിന്നെ മറ്റൊന്ന് റിജക്ഷൻ ലെറ്റേഴ്സ് മാത്രം. 12 പബ്ലിഷേഴ്സ് അവളുടെ പുസ്തകം റിജക്ട് ചെയ്തു. പക്ഷേ റൗളിംഗ് കൈവിട്ടില്ല. ഒടുവിൽ ലണ്ടനിലെ ചെറിയ പബ്ലിഷിംഗ് കമ്പനിയായ ബ്ലൂംസ്ബെറി പബ്ലിഷിംഗ് മാനുസ്ക്രിപ്റ്റ് വായിച്ചു. അവിടുത്തെ ചെയർമാനായ നൈജൽ ന്യൂട്ടൺ തന്റെ 8 വയസ്സുള്ള മകളോട് ആദ്യ ചാപ്റ്റർ വായിക്കാൻ കൊടുത്തു. ആ കുട്ടി ഉടനെ അടുത്ത ചാപ്റ്റർ വേണമെന്ന് പറഞ്ഞു. അതാണ് റൗളിംഗിന്റെ ജീവിതം മാറ്റിയത്. ബ്ലൂംസ്ബെറി പുസ്തകം പബ്ലിഷ് ചെയ്യാൻ സമ്മതിച്ചു. 1997 ഹാരി പോട്ടർ ആൻഡ് ദി ഫിലോസഫേഴ്സ് സ്റ്റോൺ പുറത്തിറങ്ങി. ആദ്യ പ്രിന്റ് റൺ വളരെ ചെറുതായിരുന്നു, ഏകദേശം 500 കോപ്പീസ് മാത്രം. പക്ഷേ പുസ്തകം വായിച്ച കുട്ടികൾ അതിനെ സ്നേഹിച്ചു. വേർഡ് ഓഫ് മൗത്ത് വഴി പുസ്തകം വൻ ഹിറ്റായി. പിന്നീട് അമേരിക്കയിലെ സ്കോളാസ്റ്റിക് കോർപ്പറേഷൻ US റൈറ്റ്സ് വാങ്ങാൻ വലിയ തുക നൽകി. അത് റൗളിംഗിന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റായി. പിന്നീട് ഹാരി പോട്ടർ സീരീസ് ലോകമെമ്പാടും പൊട്ടിത്തെറിച്ചു. ഹാരി പോട്ടർ സീരീസ് പിന്നീട് 500 മില്യണിൽ കൂടുതൽ കോപ്പീസ് വിറ്റു. 80-ലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു. ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ബുക്ക് സീരീസായി മാറി. അതിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഹാരി പോട്ടർ ആൻഡ് ദി ഫിലോസഫേഴ്സ് സ്റ്റോൺ അടക്കമുള്ള സിനിമകളും ലോകവ്യാപക വിജയം നേടി. ഒരു വെൽഫെയർ മദറായിരുന്ന സ്ത്രീ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ എഴുത്തുകാരിൽ ഒരാളായി മാറി. JK റൗളിംഗിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം റിജക്ഷൻ എന്നത് അവസാനമല്ല. 12 പബ്ലിഷേഴ്സ് റിജക്ട് ചെയ്ത കഥ ലോകം മുഴുവൻ സ്നേഹിച്ച കഥയായി മാറി. അവൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, റോക്ക് ബോട്ടം ബിക്കെയിം ദ സോളിഡ് ഫൗണ്ടേഷൻ ഓൺ വിച്ച് ഐ റീബിൽഡ് മൈ ലൈഫ്. അവളുടെ ജീവിതം നമ്മോട് പറയുന്നത് പരാജയം സ്ഥിരമല്ല. എല്ലാവരും നിങ്ങളെ വിശ്വസിക്കണമെന്നില്ല, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം ഉപേക്ഷിക്കരുത്. ഒരു ട്രെയിൻ യാത്രയിൽ ജനിച്ച ചെറിയ ആശയം ലോകത്തിലെ കോടിക്കണക്കിന് ആളുകളുടെ ബാല്യം മാറ്റിമറിച്ചു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.